എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോടും അതേപോലെ ഉമ്മ പെങ്ങന്മാരോടും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതേപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ആ ഉസ്താദിനെ തല്ലിയതായ ആ വീഡിയോൻ്റെ പിന്നിലുള്ള ചില വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവിടുത്തെ തന്നെ മറ്റു സ്റ്റാഫ് ഉസ്താദന്മാരൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് വാർത്താ ഭാരതി എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിലൂടെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ആരുടേതാണ് തെറ്റ്, ആരുടേതാണ് ശരി എന്നുള്ളതും നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം ഭാഗം വരെ കേൾക്കാനുള്ള ക്ഷമ ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ഇന്ന് നല്ല രീതിയിൽ നമുക്ക് ചർച്ച ചെയ്ത് വീഡിയോ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യം തന്നെ ഒരു വിഷയം നിങ്ങളോട് പറയുകയാണ്. ഉസ്താദ് ആ ഒരു തല്ലിയത് ശരിയാണോ ഇല്ലേ എന്നുള്ളതാണ് പല ആൾക്കാരും ചോദിക്കാറുള്ളത്. മുമ്പത്തെ കാലത്തൊക്കെ ഒരു കുട്ടി ഇന്ന് ഈ വീഡിയോ കാണുന്നതിൽ 90% ആൾക്കാരും ഇസ്ലാം മതം സ്വീകരിച്ചവരും അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. എന്നാലും ഇസ്ലാം മതം സ്വീകരിച്ച ആൾക്കാരായിരിക്കാം. ഇന്ന് നിങ്ങളൊരു യാസീൻ ഓതുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അടിയുടെ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഒരു തല്ലിൻ്റെ ഒരു അംശം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് അന്നത്തെ ആ ഒരു ജനറേഷനാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ അതൊന്നും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കുട്ടികൾ അടിച്ചാൽ നിയമപരമായിട്ട് പോക്സോ മറിച്ചതായ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് ഈ ഒരു സന്ദർഭം. അപ്പോൾ ഇപ്പോൾ കുട്ടികളെ അടിക്കുന്നത് അത്രയ്ക്കും ശരിയായിട്ടുള്ള കാര്യമല്ല. അടിക്കാനേ പാടില്ല. അടിക്കാതെ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം എന്നുള്ളതും കൂടി നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉസ്താദ് ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഉസ്താദ് തല്ലിയ ആ ഒരു പഠിക്കാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തോ ഒരു കുരുത്തക്കേടിൻ്റെ പേരിലോ ഉസ്താദ് ആ തല്ലിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതെന്തിനും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തല്ലിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ പേരൻസ് തന്നെ കുട്ടികളെ അടിക്കാറില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു വീട്ടിലൊരു 4 കുട്ടികൾ വേണ്ട, ഒരു 2 കുട്ടികളെ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ കുട്ടിയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ശരിക്കും കഴിയും? ഇല്ല. അവരുടെ കുസൃതികളും അല്ലെങ്കിൽ അവരുടെ ഉപദ്രവങ്ങളും ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ തള്ളിപ്പോകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു മദ്രസ അധ്യാപകൻ്റെ മുമ്പിൽ ഏകദേശം 20-ഉം 30-ഉം ഇങ്ങനെ വലിയ വലിയ മദ്രസയാണെങ്കിൽ 50-60 കുട്ടികളുള്ള സമയത്ത് അവരെങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുക? ചിലപ്പോൾ പേടിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ അതും ആ ഭയം അവരുടെ മനസ്സിൽ നിൽക്കാത്ത രീതിയിലുള്ള ഭയമായിരിക്കും ഉസ്താദന്മാർ കാണിക്കാറുള്ളത്. അവർക്ക് ട്രെയിനിങ്ങിലും മറ്റു ഉസ്താദന്മാർക്ക് വേണ്ട രീതിയിൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് തന്നെയാണ് അയക്കുന്നുള്ളത്. അപ്പോൾ അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മാത്രമല്ല അടിക്കാതിരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങളോട് ഉണർത്താനുള്ളത്. അവിടെ ഉസ്താദ് അവിടെ അടിച്ച കാര്യം ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് ആദ്യം പറയുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ തല്ലിയ ആളുണ്ടല്ലോ, ഒരു ഹംക്ക് വന്നിട്ട് ആ ഉസ്താദിനെ തല്ലിയല്ലോ, അവന് സത്യത്തിൽ ഈ കുട്ടിയുടെ മാതാവല്ല, പിതാവുമല്ല. ആ മാതാവിൻ്റെ അനിയനോ അങ്ങനെ എന്തോ ആയിട്ട് വരുന്ന ഒരു ആളാണ്. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയും യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് അറിയോ, അത് കുട്ടിയുടെ ഉപ്പയും ഉമ്മയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ 2 ആൾക്കാരും ഇവരുടെ ആരുമല്ല. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഉപ്പയുമല്ല ഉമ്മയുമല്ല, അവരുടെ അനിയനോ ജ്യേഷ്ഠനോ എന്നോ ആരോ ആയിട്ട് വരും എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇവരാണ് വന്നിട്ട് ആ ഉസ്താദിനെ തെറി വിളിക്കുകയും തല്ലുകയും കൊലപ്പെടുത്തും എന്നുള്ള ഭീഷണിപ്പെടുത്തുകയും ഞാൻ ജയിലിലേക്കൊക്കെ പോയിട്ടുണ്ട് തുടർന്നിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ ആ പള്ളിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ഈ വിഷയത്തിൽ എന്ത് ആക്ഷനാണ് വേണ്ടത് അത് എടുക്കാമായിരുന്നു. പക്ഷേ ഇവർ ചെയ്തതല്ല. ആ ഉസ്താദിൻ്റെ വില എന്താണെന്ന് അറിയാതെ, ആ ഇൽമിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാതെ ഇവർ വന്ന് ആ ഉസ്താദിനെ ഭക്ഷണം കഴിക്കുന്ന വേളയിലാണ് തല്ലിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ വജനിനെ വായിൽ വെച്ച് തിന്നുന്ന ആ ഒരു രംഗം കൂടി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഞാനതൊന്നും ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും സൈഡിലൂടെ നിങ്ങൾക്ക് ചെറുതായിട്ട് വീഡിയോ കാണിച്ചു തരാം. ഫുള്ളായിട്ട് ക്ലിപ്പ് ഞാൻ നിങ്ങൾ കാണിക്കുന്നില്ല. അത് കഴിക്കുന്ന സമയത്താണ് ആ ഉസ്താദിന് വന്നിട്ട് തല്ലിയിട്ടുള്ളത്. നിങ്ങൾക്ക് സത്യത്തിൽ ഒരു മനുഷ്യനായാൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അല്പമെങ്കിലും മനസ്സിന് ബേജാറായിട്ടുണ്ടാവും. മനുഷ്യനാണെങ്കിലൊക്കെ. മനുഷ്യരല്ലാത്ത ചില ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല, എന്താക്കിയാലും അവർക്ക് മനസ്സിലാവാത്ത ഒരാൾക്കാരാണ്. പിന്നെ മറ്റൊരു വിഭാഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഉസ്താദന്മാരെ അല്ലെങ്കിൽ വെള്ള വസ്ത്രധാരികളെ
പിടിക്കാത്ത ചില ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് വളരെ സന്തോഷമായിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചില കമൻസുകളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇൻസ്റ്റയിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിലും ചില കമൻസൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ തന്നെ വേണം, ഉസ്താദിനെ അടിച്ചത് നല്ലതായി, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്കൊക്കെ അടി വീണ സമയമൊക്കെ ഇല്ലേ? അതിൻ്റെ പകുതിയാണെങ്കിലും ഈ കുട്ടിക്ക് വീണിട്ടുണ്ടോ? അതിൻ്റെ ഇടയ്ക്കും പല ഫേക്കായിട്ടുള്ള മുമ്പ് എവിടെയോ മദ്രസയിൽ ഉസ്താദ് അടിച്ചതായ വീഡിയോസ്, ആ കുട്ടിയുടെ വീഡിയോസൊക്കെ ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിലും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ ആണ് ഉസ്താദ് തല്ലിയതിൻ്റെ ശേഷം കുട്ടിക്കുണ്ടായ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴത്തെ വീഡിയോ എടുത്ത് ഇപ്പോഴതിനെ വൈറൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഉസ്താദ് തല്ലിയിട്ടുണ്ടെന്ന്. ഈ ഉസ്താദ് ശരിക്കും തല്ലിയിട്ടുള്ളത് കാലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് തല്ലിയിട്ടുള്ളത്. അവിടെ ഒരു 2 വരയാണുള്ളത്, 2 അടിയാണ് അടിച്ചിട്ടുള്ളത്. അതും അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അടിക്കുന്ന സമയത്താണ് ഒന്നിച്ചിട്ട് അടിച്ചത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളും അതേപോലെ അവിടുത്തെ 2 ഉസ്താദന്മാരും, ഖത്തീബ് ഉസ്താദും അതേപോലെ മുഅസ്സിൻ ഉസ്താദും വാർത്താ ഭാരതി എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ അതിൻ്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പേരൻസ് ആയിട്ടുള്ള നിങ്ങൾ ഒരു കുട്ടിയുടെ എന്തെങ്കിലും പ്രോബ്ലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, ഈ പള്ളി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുക. അവിടെയുള്ള പള്ളി കമ്മിറ്റി നല്ല ആൾക്കാരാണ്. ഈ ഒരു സംഭവം നടന്ന പള്ളിയുടെ ആൾക്കാരാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു നല്ല ആൾക്കാരാണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നെക്സ്റ്റ് എന്തെങ്കിലും ആക്ഷൻ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഹംക്ക് ചെയ്ത കാര്യം ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇന്നലെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ആ പള്ളിയുടെ ജമാഅത്തിൻ്റെ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട് ആ ഉസ്താദിൻ്റെ അടുത്ത് പോവുകയും കേസ് കൊടുക്കാൻ വേണ്ടി പറയുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ആ ചെറുപ്പക്കാരന് ജയിലിലാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ചില ആൾക്കാർ കേസൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു. ഏതായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ മദ്രസയിലോ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ഈ അടിയുടെ പേരിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ പേരിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അറിയിക്കേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ്. അവരതിന് ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട്, അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അതൊന്നും കാര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാവുന്നതാണ്. അതായത് പോലീസുണ്ട്, കേസുണ്ട്, കോടതിയുണ്ട്, മറ്റു കാര്യത്തിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇതൊന്നും ചെയ്യാതെ നേരെ വന്ന് ഒരു ഇൽമു പഠിച്ചതായ ഒരു ഉസ്താദിൻ്റെ മുകളിലേക്ക് കയറുകയാണ്, അടിക്കുകയാണ്, എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ വാർത്താ ഭാരത്തിൽ, ഇത് കന്നഡയിലാണുള്ളത്. അതിന് ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം ഇൻഷാ അല്ലാഹ്. കുറച്ച് കാര്യം കൂടി ഉണർത്താം. ನನ್ನ ಹೆಸರು ಅಬ್ದುಲ್ ರಹಮಾನ್ ಮುಸ್ಲಿಯಾರ್ ಬೋಳಿಯಾರ್. ನಾನಿಲ್ಲಿ ಮುಅಜ್ಜಿನ್ ಸೇವಿಸಲಿದ್ದ 12 ವರ್ಷ ಆಯಿತು. ಈ ಮಸೀದಿಯಲ್ಲಿ, ಪೆದ್ದ ಮಸೀದಿಯಲ್ಲಿ ಮದ್ರಸ ಅಧ್ಯಾಪಕರು ಸಹ ಹೌದು. ಮೊನ್ನೆ ಮಂಗಳವಾರ ನಡೆದಂಥ ಘಟನೆ, ಮದ್ರಸ ಬಿಟ್ಟು ಮೇಲೆ ಬಂದು ಮೇಲೆ ಬಂದು ನಾವು ಊಟಕ್ಕೆ ಕುಳಿತಿರುವಾಗ ಅವರಿಗೊಂದು ಕಾಲ್ ಬಂತು. ಉಸ್ತಾದ್ ಫಾರೂಕ್ ಸಕಾಫಿಂದ 4ನೇ ತರಗತಿಗೆ ರಾತ್ರಿ 4ನೇ ತರಗತಿ ಕ್ಲಾಸ್ ತೆಗೆಯುವರು. ഓക്കെ, ഇത് ഇപ്പോൾ വീഡിയോ കാണിച്ചാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അധികമായിട്ടും കേരള ഭാഗത്തിൽ നിന്നാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉസ്താദ് പറഞ്ഞു വരുന്നത്, മദ്രസയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത്. എന്തിനാണ് ഇങ്ങനെ തല്ലിയിട്ടുള്ളത്, ഇങ്ങനെ തുടർന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു, ജമാഅത്ത് കമ്മിറ്റിയുമായിട്ട് ഇതിനെ സംസാരിക്കാം, നമുക്കിവിടെ സംസാരിക്കാം, നിങ്ങൾ എവിടേക്ക് വരും. അപ്പോൾ അവർ പറഞ്ഞു, കുട്ടിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട്, ഓക്കെ വന്നോ, നമുക്ക് സംസാരിച്ചിട്ട് പിന്നെ എന്താ വേണമെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മയുമല്ല ഉപ്പയുമല്ല, നോട്ട് ദ പോയിന്റ്, ഉമ്മയുമല്ല ഉപ്പയുമല്ല, ഓക്കെ, അവരുടെ അനിയനോ ആരോ മറ്റോ മറിച്ചത് ആരോ വന്ന് ഉസ്താദിനെ ഭീഷണിപ്പെടുത്തുകയാണ്, തല്ലുകയാണ്. ഞാൻ ജയിലിലേക്കൊക്കെ പോയിട്ടുണ്ട്, ഇനിയും പോകും, അങ്ങനെ ഇങ്ങനെ പറയാണ്. ഓക്കെ, ഈ ഒരു കാര്യമൊക്കെ ചെയ്ത് അവിടെ നിന്ന് വീണ്ടും മടങ്ങി പോവുകയാണ്. ഉസ്താദ് തല്ലിയത് എന്തിനാന്ന് വെച്ചാൽ, ഒരു പഠിക്കാനെന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ ആരും പഠിച്ചു വന്നിട്ടില്ല. അപ്പോൾ ചില കുട്ടികൾ അടിക്കുന്ന സമയത്ത് ഈ കുട്ടിയും അടിച്ചു എന്നൊക്കെയാണ് ഈ ഉസ്താദ് ഇവിടെ നമുക്ക് വിശദീകരിച്ച് തരുന്നുള്ള വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഓക്കെ, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏതായിട്ടും ഉസ്താദന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് എനിക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്, ദയവ് ചെയ്ത് കുട്ടികളെ അടിക്കരുത്, ഇനി അടിക്കരുത്. അത് അത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, ഇത് ഈ ഒരു സ്വഭാവമാണെങ്കിൽ നെവർ,
അവർ ഈ ഉസ്താദന്മാർ തല്ലുന്നത് എന്തിനാണ്? അതെൻ്റെ ഒരു ചോദ്യമാണ്. ഈ ഉസ്താദന്മാർ വെറുതെ ഇങ്ങനെ തല്ലോ? ഇല്ല, ആ കുട്ടി നമ്മുടെ കുട്ടിയാണെന്ന് കരുതിയിട്ടാണ് ഈ ഉസ്താദന്മാർ തല്ലുന്നതും അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. മുമ്പൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതായത് ഉസ്താദന്മാർ തല്ലിയാൽ നരകത്തിൻ്റെ തീ തട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉസ്താദിനോട് പണ്ടൊക്കെ വീട്ടിലേക്ക് കോൾ വിളിച്ച് അതായത് ഒരു കുട്ടി അടിച്ചു, അപ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ആ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ വീണ്ടും തല്ലുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച്, അല്ലെങ്കിൽ ഉസ്താദിനെ നേരെ കോൾ വിളിച്ചിട്ട് ഉസ്താദ് ഇനി തല്ലിയത് ശരിയായിട്ടില്ല, ഇനിയും 2 കൊടുക്കുക, അവൻ അങ്ങനത്തെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഉസ്താദന്മാർ അല്പം സൂക്ഷ്മത പാലിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഏതായിട്ടും മറ്റൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇത് ഉസ്താദന്മാർ കേട്ടിരിക്കേണ്ട വീഡിയോ എന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. ഓക്കെ, ഒന്ന് കണ്ടു നോക്കാം. വാട്സപ്പ് തുറന്നു ആയിരക്കണക്കിന് മെസ്സേജ് വന്നിരിക്കുന്നു. കാസർഗോഡ് ഭാഗത്തുള്ള ഒരു ഉസ്താദെ കുട്ടിയുടെ രക്ഷകർത്താവ് അടിച്ചു എന്ന വിഷയമായി ബന്ധപ്പെടാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ മതസമാനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ഭാവിയിൽ അവരുടെ രക്ഷകർത്താക്കളെ തല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ അവരെന്ന് വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രവൃത്തി കൊണ്ടോ അവർക്കൊരു ചെറു വേദന ഉണ്ടായാൽ ഭാവിയിൽ വരാൻ പോകുന്നത് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കാണാൻ വേണ്ടി ജയിലിൽ വരും. നിങ്ങളെ പാവപ്പെട്ട മക്കൾ നിങ്ങളെ കാണാൻ വേണ്ടി ജയിലിൽ വരേണ്ട അവസ്ഥ വരും. എന്താ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടി ആരാണ്ട കുട്ടിയാണെന്ന് വിചാരിച്ചാൽ പ്രശ്നമില്ലായിരുന്നു. പറഞ്ഞത് സ്വന്തം കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം മക്കളോട് നടത്തുന്ന ശിക്ഷണം പോലെ ശിക്ഷണം നടത്തിയതിന്റെ പേരിൽ നിങ്ങൾ അകത്ത് പോകേണ്ടി വരികയാണ്. പിറ്റേ ദിവസത്തെ വാർത്ത തല്ലിയെന്നുള്ളതിന് പീഡനം, അടിയും പീഡനം. എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്? നമ്മുടെ വഴങ്ങിയ ട്രെയിനിങ് കോഴ്സിലൊക്കെ നമ്മൾ പഠിപ്പിച്ചെന്ന കാര്യമുണ്ട്. വടി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ കഴിഞ്ഞ ഭൂതകാലത്ത് എന്തായിരുന്നു? മദ്രസ മാത്രമല്ല, നമ്മുടെ സ്കൂളിലൊക്കെ എന്തായിരുന്നു? എന്തൊരടി അധ്യാപകർ എന്തൊരടിയായിരുന്നു. ചൂരിൽ കൊണ്ട് ശരീരം മുഴുവൻ തലങ്ങും ബലങ്ങും അടിച്ച ഒരു കാലഘട്ടം, ഒരു ഭൂതകാലം നമുക്ക് കഴിഞ്ഞു. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ ഇന്നൊക്കെ ഈ കാണുന്ന രൂപത്തിൽ ആർക്കും ദ്രോഹമില്ലാതെ ചെയ്യാവുന്ന നന്മയൊക്കെ ചെയ്ത് സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിത്വമായി നമുക്ക് ഇന്ന് ജീവിച്ചു പോകുന്നത് നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ അധ്യാപകർ, നമ്മൾ അത്ര ശിക്ഷണം നടത്തിയതുകൊണ്ടാണ്. എന്നൊക്കെ അറിയാം. നന്നായിട്ട് അടിച്ചിട്ട് ഇന്ന് അത്ര അടി വേണ്ട. മുമ്പിരിക്കുന്ന കുട്ടിയോട് വാക്കിൽ സ്നേഹത്തിൻ്റെതല്ലാത്തൊരു ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി പറയും. സ്നേഹത്തിൻ്റെതല്ലാത്തൊരു വാക്ക്, ഒരു വഴക്ക് എന്ന് പറയുന്നത് ഒരു വഴക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വീട്ടിൽ പോയി പറയും. അവർ രക്ഷകർത്താക്കൾ നേരെ ഓർമ്മ പിടിക്കും, അല്ലെങ്കിൽ ചീത്ത പറയും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് അവരെ പുറത്താക്കാൻ പറയും. ഇന്നത്തെ യുഗം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇഖ്ലാസോട് കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ടിപ്സ് ഒക്കെ വാങ്ങി പൈനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്, അത് പ്രയോഗിക്കുക. നന്നാവട്ടെ, അല്ലെങ്കിൽ അവന്റെ വിധി ആണോ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഈ ആത്മാർത്ഥ എല്ലാം കൂടെ കാണിച്ചിട്ട് നിങ്ങൾ വടിയൊക്കെ എടുത്ത് അടിച്ച് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അകത്ത് പോവാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ ഇല്ലാതായി പോവാണ്. നിങ്ങളുടെ മക്കൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അപമാനഭാരം കൊണ്ട് പുറത്തേക്ക് എന്താ വാർത്തയെന്നറിയാം. പിന്നെ ആൾ പീഡിപ്പിച്ചു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ അടിച്ചതാണ് വടിയെടുത്ത്. നിങ്ങൾ വടിയെടുത്ത് അടിച്ചതാണ്. ഓക്സുമായി എന്തിനാണ് ഈ പഠിക്കുന്നത്? വളരെ സ്നേഹത്തോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ദയവ് ചെയ്ത് വടി ഒഴിവാക്കുക. പഠിപ്പിക്ക്, വേണമെങ്കിൽ പഠിപ്പിക്കും. നമുക്കില്ല, അവർക്കില്ലാത്ത ഒരു അതിരറ്റ ആവേശം നമുക്കെന്തിനാണ്? നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ആ പഴയ കാലത്തൊക്കെ മദ്രസയിൽ ഇശാമകരിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് പഠിക്കുന്നു പോകുന്ന പോലെ ഏതെങ്കിലും വീട്ടിലുണ്ടാകും. ഇത് ഇവിടുന്ന് ഒരു 2 മിനിറ്റ് തുറന്നാൽ പിന്നെ ഇത് തുറക്കലേ ഇല്ല. ഇതൊക്കെ അവരുടെ രക്ഷകർത്താക്കൾക്ക് പോലും താല്പര്യമില്ല. പോകൽസുകാർ എത്ര പേര് കാണണമെന്ന് ചോദിച്ചു നോക്കി. പോകൽസുകാരുടെ മദ്രസയിൽ നിന്ന് പോകൽസുകാർ ആ പോകൽസ് കാർഡിൽ അവര് ഒപ്പിട്ട് വിടണമല്ലോ. ഈ പോകൽസ് കാർഡിൽ 50 കിട്ടി എന്തിനാണെന്നറിയോ? മാതാവിന്റെ ഡാഷിലാണ് ദൈവത്തിന്റെ ഡാഷ് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ പൊരുത്തത്തിലാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് ദൈവത്തിന്റെ പൊരുത്തം. എത്ര മനോഹരമായ ഉത്തരമാണ് അവർ എഴുതിയത്. ആ പ്രോഗ്രസ്സുകാരൻ പോലും ഈ രക്ഷകർത്താക്കൾ കാണാനില്ല. അവന്റെ ഉയർന്ന ധാർമ്മിക ബോധം, വിജ്ഞാനം, അതിന്റെ പ്രതിഫലനം, റിസൾട്ടാണ് അവൻ എഴുതിയത്. മാതാവിന്റെ കാരിന്റെ ഡാഷ് അടിയിലാണ് സ്വർഗം. ഈ ഉത്തരം എഴുതി പ്രോഗ്രസ്സുകാർ അവർ കണ്ടിട്ടില്ല. പിന്നെ അവരെന്തേ കണ്ടിട്ടുള്ളൂ? ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് തന്മാത്ര എന്നവൻ പഠിച്ചിട്ടുള്ളൂ. അവൻ എന്തില്ല? മാതാവിന്റെ കാലിന്റെ ചൂട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്ന ആ പ്രോഗ്രസ്സുകാരുടെ ഒപ്പിടാൻ തന്റെ മാതാപിതാക്കൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വടി ഒഴിവാ, കല്ലൊഴിവാ. നിങ്ങൾ പഠിപ്പിക്കും. അവർ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ. അവർ രക്ഷകർത്താക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പഠിപ്പിക്കട്ടെ. ദയവ് ചെയ്ത് നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും നിങ്ങളില്ലാതാവരുത്. സ്നേഹം കൊണ്ട് പറയാൻ ഇതൊക്കെ കുറെയൊക്കെ നമ്മളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് പരാജയപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ഏതായിട്ടും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും കാത്തുരക്ഷിക്കട്ടെ. ഇനി ആത്മാർത്ഥമായി നിങ്ങൾ തന്നെ പറയുക, ഈ വീഡിയോ കണ്ട് എൻ്റെ ഈ വീഡിയോ അല്ല, ആ വീഡിയോ കണ്ട് അല്പമെങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മനസ്സറിഞ്ഞ് ഒന്ന് കമൻസിലൂടെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്.
ഏതായിട്ടും നിങ്ങൾക്കും പല അനുഭവം ഉണ്ടായേക്കാം. മുമ്പൊക്കെ ഉസ്താദന്മാരുടെ ആ മുമ്പത്തെ കാലഘട്ടത്തിലാണ് പറയുന്നത്. അപ്പോൾ അത് അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.